പ്രിയമുള്ളവരെ നമസ്കാരം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ട്യൂട്ടർ മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അഡോബിയുടെ വിവിധ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മളൊക്കെ. ഇതിൽ മലയാളം ടൈപ്പ് ചെയ്യുക എന്നുള്ളത് വലിയൊരു കടമ്പയാണ്. നമ്മൾ കൂടുതൽ പേരും ടൈപ്പിറ്റ് ഉപയോഗിച്ചിട്ട് FML ഫോണ്ടിലേക്ക് കൺവേർട്ട് ചെയ്തോ അല്ലെങ്കിൽ ക്യാറ്റ് മാപ്പ് ഉപയോഗിച്ചോ ഒക്കെ ആയിരിക്കും മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. സാധാരണയായിട്ട് യൂണിക്കോഡ് ഫോണ്ടുകൾ അങ്ങനെ ആരും ഉപയോഗിച്ച് കാണാറില്ല. എന്നാൽ ഇതിനൊരു ചെറിയൊരു ട്രിക്കുണ്ട്. യൂണിക്കോഡ് മലയാളം ഫോണ്ടുകൾ നമുക്ക് കറക്റ്റായിട്ട് ഫോട്ടോഷോപ്പിൽ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് ഫോട്ടോഷോപ്പിൻ്റെ സെറ്റിങ്സിൽ ഒരു ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കാണാം. സാധാരണ നമ്മൾ യൂണിക്കോഡ് മലയാളം ഫോണ്ട് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഇങ്ങനെയായിരിക്കും കാണുക. അതായത് അക്ഷരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒരു ഓർഡറിലായിരിക്കില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല വരുന്നത്. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ എഡിറ്റിലേക്ക് പോവുക. അവിടെ നിന്ന് പ്രിഫറൻസ്, അതിൽ നിന്ന് ടൈപ്പ് സെലക്ട് ചെയ്യുക. അവിടെ വലത്തുവശത്തായിട്ട് ടെക്സ്റ്റ് എഞ്ചിൻ്റെ താഴെ ഈസ്റ്റ് ഏഷ്യൻ ആയിരിക്കും സെലക്ട് കിടപ്പുണ്ടാവുക. നമ്മളത് മാറ്റിയിട്ട് മിഡിൽ ഈസ്റ്റേൺ ആൻഡ് സൗത്ത് ഏഷ്യൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ നിലവിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പഴയ രീതി തന്നെയായിരിക്കും, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ ഈ മാറ്റം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നേരത്തെ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് തന്നെ ഇവിടെ വീണ്ടും ടൈപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ടെക്സ്റ്റ് കറക്റ്റായിട്ടാണ് ഇപ്പോൾ ഡിസ്പ്ലേ ആവുന്നത്. പ്രിയമുള്ളവരെ, ട്യൂട്ടർ മലയാളത്തിൻ്റെ ഈ വീഡിയോ നമുക്ക് ഉപകാരപ്രദമായെന്ന് കരുതിയാണ്. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം. അതുവരേക്കും വിടാം.